അറിയാതെ എന്നിൽ. രചന റസീന റഹ്മാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മലിക് ചേച്ചി, മലിക് ചേച്ചി! മുകളിൽ നിന്ന് ദേഷ്യത്തോടെ നീട്ടിയുള്ള ആ വിളിയോടൊപ്പം തന്നെ എന്തോ വീണുടയുന്ന ശബ്ദവും കേട്ടിരുന്നു. പ്രതീക്ഷിച്ചതായിരുന്നിട്ട് കൂടി ആ വിളിയിൽ മല്ലിയൊന്ന് ഞെട്ടി. പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും ആ ശബ്ദം കാതിൽ പതിച്ചത്. ഒപ്പം സ്റ്റെപ്പിൽ നിന്നിറങ്ങുന്ന കാലടിയുടെ ശബ്ദവും. മനസ്സിലെ പേടി അതേപോലെ തന്നെ മുഖത്തും വ്യക്തമാണ്. അതേ പേടിയോടെ തന്നെയാണ് മല്ലിക ഹാളിലേക്ക് നടന്നതും. മുകളിൽ എന്റെ ഷെൽഫിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ. ഹാളിലെത്തിയതേ മുഴക്കമുള്ള അവന്റെ ശബ്ദം ആ 4 ചുമരുകൾക്കുള്ളിൽ വീണ്ടും പ്രതിധ്വനിക്കുന്ന പോലെ മല്ലികക്ക് തോന്നി. ഒന്നും പറയാനുള്ള ചേച്ചിക്ക്. ഞാൻ ചേച്ചിയോടെ ചോദിക്കുന്നത്, ഇങ്ങനെ മിണ്ടാന്നിട്ട് കാര്യമില്ല. ചേച്ചി അല്ലാതെ വീട്ടിൽ വേറെ ആരുമില്ല. അവന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാവന്നു വീണ്ടും അവന്റെ ശബ്ദം ഉയർന്നു. മല്ലിക അവന്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കിയെന്നല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്ത് മറുപടി പറയാനാണ്? ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ജീവിക്കാൻ വേണ്ടോളം സൗകര്യങ്ങളും ഉണ്ടായിട്ട് നശിക്കാനായി തുനിഞ്ഞിറങ്ങിയവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്ന് പറയുന്നുണ്ടോ ചേച്ചി? എന്നെ വെറുതെ ദേഷ്യം പിടിക്കാനായിട്ടും. അലർച്ചയോടൊപ്പം തന്നെ ടേബിൾ വെച്ചിരുന്ന വാട്ടർ ജഗ് ട്രേ അടക്കം തട്ടിത്തെറിപ്പിച്ചിരുന്നു. മോനെ, അത് മിസ്റ്റർ നിവീൻ രാമേന്ദ്രനോട് ഞാൻ പറഞ്ഞാൽ മതിയോ? കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് മല്ലിക എന്തോ പറയാനായി ഒരുങ്ങിയതും മറ്റൊരു പെൺശബ്ദം ഉയർന്നു കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മല്ലിക അവന് ഒരുപോലെ തിരിഞ്ഞു നോക്കി. രേഷുമോള്, ഈശ്വര, ഈ കുട്ടി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇനി ഇവിടെ എന്തൊക്കെ നടക്കും എന്തോ? മല്ലിക മനസ്സിൽ അങ്ങനെ ഓരോന്ന് ആലോചിക്കുന്ന സമയത്താണ് കൈയുള്ള പാത്രം ടേബിളിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നവീന് മുമ്പിലായി രേഷ്മ വന്ന് നിന്നത്. അപ്പൊ നവീൻ ചേട്ടനെ ചോദിക്കാനുള്ള എന്നോട് ചോദിച്ചോളൂ, മല്ലി ചേച്ചി വിട്ടേക്ക്. വടക്കും വീട്ടിലെ തൂപ്പുകാരിക്ക് ഇവിടെ എന്താ കാര്യം? ഇതെന്റെ വീടാ, ഈ നവീൻ രാമചന്ദ്രന്റെ. രേഷ്മ പറഞ്ഞതിന് മറുചോദ്യം പോലെയാണ് അവൻ ചോദിച്ചത്. ഇതിനുള്ള ഉത്തരം ഞാൻ പിന്നെ പറയാം. ഇപ്പൊ അതല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ഷെൽഫിൽ എന്തോ കാണാതെ പോയി എന്ന് പറയുന്ന കേട്ടല്ലോ. അതല്ലേ ഇപ്പൊ ഇവിടുത്തെ ആഗോള പ്രശ്നം. ആദ്യം അത് പരിഹരിക്കാം. ഇതൊക്കെ പരിഹരിക്കാൻ നീ ആരാടി? ഇതെന്റെ വീടാ, ഇവിടെ എന്റെ ശബ്ദം മതി. അവളുടെ അടുത്തേക്ക് ഒന്ന് നീങ്ങുന്നുണ്ട് മുരണ്ടുകൊണ്ടാണ് അവന്റെ പറച്ചിൽ. വലിഞ്ഞു മുറുകിയ മുഖവും നീള ഞരമ്പുകളും സ്വതവേ വെളുത്ത മുഖത്ത് പടർന്ന ചുവപ്പും അവന്റെ ദേഷ്യം എടുത്ത് കാണിക്കുന്നുണ്ട്. പരിഹരിക്കാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാ മിസ്റ്റർ നവീന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിലുള്ള കാരണക്കാരി ഞാനായതുകൊണ്ട്. ഉള്ളിൽ പേടി തോന്നിയെങ്കിലും മകനെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന ഒരു അമ്മയെ മനസ്സിൽ കണ്ടതും ധൈര്യത്തോടെ തന്നെ അവന് മുമ്പിൽ അവൾ നിന്നു. രേഷ്മ മറുപടി പറഞ്ഞു. ഞെട്ടൽ കടന്ന മുഖഭാഗത്തോടെ അവൻ അവളെ നോക്കി, കൂടെ മല്ലികയും. രേഷു മോളെ. മല്ലിക അവളെ നോക്കി വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടുന്നുണ്ട്. ചേച്ചിക്ക് എന്താ ചേച്ചി? ചേച്ചി എന്തിനാ പേടിക്കുന്നേ? ഇയാൾ പിടിച്ച് തിന്നത്തൊന്നുമില്ലല്ലോ. കാണാതെ പോയത് ഇയാൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് സ്വർണ്ണ സ്വത്തൊന്നുമില്ലല്ലോ. മൂക്കറ്റം കുടിക്കാനുള്ള കള്ളുപ്പികളല്ലേ? ദേഷ്യത്തിൽ തന്നെയാണ് അവൾ പറഞ്ഞത്രയും. ഞാനാ ആ കുപ്പികളൊക്കെ എടുത്ത് എറിഞ്ഞൊടിച്ച് കളഞ്ഞ് കുറച്ചതേ ആ കാണുന്ന പറമ്പിലേക്ക് ഒഴിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഷെൽഫടക്കം കത്തിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ. ആർക്ക് വേണ്ടിയാ നിങ്ങളിങ്ങനെ കുടിച്ച് നശിക്കുന്നത്? നിങ്ങൾ തേച്ചൊടിച്ച് പോയ ആ പെണ്ണിന് വേണ്ടിയോ, അതോ നിങ്ങൾ വളർത്തി വലുതാക്കി അമ്മയെ തോൽപ്പിക്കാനോ? തന്റെ മുമ്പിൽ ഇരുന്ന് മകനെ ഓർത്ത് കരയുന്ന കണ്ണീരുണങ്ങാത്ത ആ കണ്ണുകൾ ഓർക്കുന്തോറും രേഷ്മയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ അവളുടെ വാക്കുകളിലും പ്രകടമാണ്. നിന്റെ വായിട്ടിറക്കി. ഭൂമി കുലുങ്ങി പോകുന്ന ഉച്ചത്തിലുള്ള അവന്റെ ശബ്ദത്തിൽ മല്ലിക രേഷ്മ ഒന്ന് നടുങ്ങിപ്പോയിരുന്നു. നീ ആരടി എന്നെ നന്നാക്കാൻ? എന്റെ ഭാര്യയോ അതോ അമ്മയോ അതോ എന്റെ കാമുകയോ? എന്റെ പണം കൊണ്ട് ഞാൻ എന്തു ചെയ്യും? വലിക്കും, കുടിക്കും, അങ്ങനെ എന്തും. അതിന് നിനക്കെന്താടി പ്രശ്നം? അത് ചോദിക്കാൻ നീ ആരാടി? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അവന്റെ ചോദ്യം. കവിൾ പറഞ്ഞു പോരുന്ന വേദനയുണ്ടെങ്കിലും അവന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. സകല ശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി. വന്ന കണ്ണുനീരിനെ പുറത്തേക്ക് വരാതെ തന്നെ കണ്ണുകൾ അമർത്തി തുടച്ചിരുന്നവൾ. പറയടി, നീ എന്തിനാ ചെയ്ത്? പറയാൻ! അലർച്ചയോടെ അവൻ പറയുന്നതിനോടൊപ്പം ടേബിൾ വെച്ചിരുന്ന പാത്രവും തട്ടിമറിച്ചിരുന്നു. രേഷവും മല്ലിയും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു. കാലിൽ ചെറു ചൂടറിഞ്ഞപ്പോഴാണ് അവൾ താഴേക്ക് നോക്കിയത്. ഒരടി ഇപ്പുറത്തേക്ക് മാറിയുന്നുകൊണ്ട് മുഖമുയർത്തി അവനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളും കലങ്ങിയിരുന്നു. പറയാനല്ലടി പുല്ല് നിന്നോട് പറഞ്ഞേ. അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങുന്നതുകൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ദേഷ്യത്തോടെ തന്നെ അവൾ തിരിച്ചടിക്കാനായി കൈ ഉയർത്തി അതേസമയം തന്നെ കാലിൽ അനുഭവപ്പെട്ട ചെറിയ ചൂടുകാരൻ താഴേക്ക് നോക്കി അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ഒപ്പം ഓങ്ങിയ കൈ താഴ്ത്തുകയും ചെയ്തു. എന്തേ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇപ്പോ? ദേഷ്യത്തോടെയുള്ള അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ തല ഉയർത്തി നോക്കിയത്. ഇപ്പൊ നിങ്ങൾ അടിച്ച ഈ അടിയുണ്ടല്ലോ, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ. ആണുങ്ങളെ തല്ലുന്ന അവർ അപമാനിക്കുന്നതിന് തുല്യ. പക്ഷെ ഇവിടെ എനിക്കൊരു കുറ്റബോധമില്ല. കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ദാ നോക്ക്, കാൽ ചുവട്ടിൽ കിടക്കുന്ന ഈ അന്നം. ദേഷ്യം ഉച്ചസ്ഥായിലാണെന്ന് കരുതി കഴിക്കുന്ന ഭക്ഷണത്തിനോടെല്ലാം തീർക്കേണ്ടത്. നിങ്ങൾ എന്താ കരുതി? ഞാൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ 3-4 കുപ്പികളൊക്കെ കളഞ്ഞെന്ന് കരുതിയോ? അത് ഈ ജന്മം നടക്കില്ല എന്നറിയാം.
സ്വന്തം അമ്മയുടെ കണ്ണീര് വാക്കാതെ കുടിച്ചശിക്കുന്ന നിങ്ങളെ ഞാനെന്നല്ല ആര് നന്നാക്കിയാലും നന്നാവില്ല. മോന്റെ പിറന്നാളാണെന്നും ഇന്ന് അവൻ കുടിച്ച് ബോധം പോയി വരുന്നും പറഞ്ഞ് കരഞ്ഞ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാ ഞാനത് എടുത്തു കളഞ്ഞേ. മല്ലി ചേച്ചി അപ്പോഴേ എന്നോട് പറഞ്ഞ വേണ്ട വേണ്ടാന്ന്. പക്ഷെ മകനോർത്തുള്ള ഒരു അമ്മയുടെ കണ്ണീരൊന്നും കാണുന്നുകൊണ്ട് ഞാൻ വാക്കുകൊടുത്തു പോയ അമ്മയ്ക്ക് മകന്റെ പിറന്നാൾ ദിവസമായിട്ടെങ്കിലും കുടിക്കാതെ സ്വഭാവത്തോടെ അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്താന്ന്. പക്ഷേ തെറ്റാ, എന്റെ തെറ്റാ. ഞാൻ ഓർത്തില്ല നിങ്ങൾ മനുഷ്യരിൽ നിന്നൊരു മൃഗമായെന്ന്. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയതും ഞെട്ടിൽ കലർന്ന ഭാഗത്തിൽ തന്നെ അവൻ അവളെ നോക്കി. തന്റെ പിറന്നാളാണെന്ന കാര്യം പോലും മറന്നു. കഴിഞ്ഞ വർഷം വരെ പിറന്നാൾ ദിവസം അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കൊപ്പം ഒന്നിച്ച് ആഘോഷിച്ചിരുന്നതാണ്. കൂടെ രേഷ്മയും മല്ലി ചേച്ചിയും. അമ്മയുണ്ടാക്കുന്ന സദ്യയും പാൽപ്പായസം ഒക്കെ ആയിട്ട് ആഘോഷിച്ചിരുന്ന ദിവസം. ആലോചിച്ചുകൊണ്ട് തന്നെ താഴെ ചിതറിക്കിടക്കുന്ന സാധനത്തിലേക്ക് അവൻ നോക്കി. ഒന്നുകൂടെ കേട്ടോ നിങ്ങൾ, ഇപ്പൊ ഈ തട്ടിത്തെറിപ്പിച്ച ഈ സാധനം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അമ്മയുടെ സ്നേഹ. മകന്റെ പിറന്നാൾ ദിവസം ഓർത്ത് അവന് ഇഷ്ടമുള്ള പാൽപ്പായസം വെച്ച് വിളമ്പി മോന് കുടിക്കാൻ തന്നുവിട്ടതാ. ഇനി ഇരുന്ന് നക്കി കുടിച്ചോ നിങ്ങൾ, എന്നാ പോലും ഈ ചെയ്തതിന് പകരാവില്ല. ആ അമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം പൊറുക്കില്ല നിങ്ങളോട്. ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പോവാനായി തിരിഞ്ഞ് രണ്ടടി വെച്ചതും എന്തോർത്തുന്ന പോലെ അവന്റെ മുന്നിലേക്ക് തന്നെ വന്നു നിന്നു. കുടിച്ച് ലക്കിട്ട് കിടക്കാനുള്ള സാധനം ഇല്ലാത്തതിനാ നിങ്ങൾ ഇത്രയും ഷോ ഇവിടെ കാണിച്ചു കൂട്ടിയത്. അതിനുവേണ്ടിയാ നിങ്ങൾ ഈ ഭക്ഷണത്തെ നിന്ദിച്ച്. തെരുവിലേക്കൊന്ന് ഇറങ്ങി നോക്ക്, അപ്പറിയാം നിങ്ങൾക്ക് ഒരു വറ്റിനു വേണ്ടി യാചിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്ന്. നിങ്ങൾക്ക് പിന്നെ AC കാലം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കയറിയിരുന്ന അതൊക്കെ എങ്ങനെ കാണാനല്ലേ? വെയിലിന്റെ ചൂടെന്താണെന്നറിയാത്ത നിങ്ങളോടൊന്നും അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിനപ്പുറം നിങ്ങളുടെ അമ്മയുടെ സ്നേഹത്തെയാ നിങ്ങൾ ഈ വിധം ആക്കിയത്. ഇതിലും ഭേദം അമ്മയെ നിങ്ങൾ മുഖത്തടിക്കുന്നതായിരുന്നു. എന്നാ പോലും ഇത്രയ്ക്ക് സങ്കടം ഉണ്ടാവില്ല. ആളത് പറഞ്ഞു നിർത്തിയതും അരുതാത്തെന്തോ കേട്ട പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇനി ഒന്നുകൂടെ കേട്ടോ നിങ്ങൾ, ഇപ്പൊ ഈ കാണിച്ച ഷോക്ക് പകരം ഇനി നിങ്ങൾ ജീവിതത്തിൽ കുടിക്കില്ല. കുടിപ്പിക്കില്ല ഈ രേഷ്മ. അല്ല, നിങ്ങളുടെ ഭാഷയിൽ വടക്കും വീട്ടിലെ തൂപ്പുകാരി. വടക്കും വീട്ടിൽ രവിചന്ദ്രൻ എന്ന നിങ്ങളുടെ മുത്തശ്ശന്റെ കാര്യങ്ങളിൽ ജീവിക്കുന്ന തൂപ്പുകാരി. ഒരുപാട് സൗന്ദര്യവും വിദ്യാഭ്യാസവും പണം ഉണ്ടായിട്ട് കാര്യമില്ല. ഓരോ മൺതരികൾ പോലും മൂല്യമുണ്ടെന്ന് തിരിച്ചറിയണം. ബന്ധങ്ങളുടെ വിലയറിയണം. അല്ലാതെ നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി ഇങ്ങനെ കുടിച്ച് നശിച്ച് ജനിപ്പിച്ചവരെ കണ്ണീര് ഉടിപ്പിക്കാനല്ല. അതല്ല ആണത്വം. ശരിക്കും നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും വിലയില്ലാത്തവനാ. ഇപ്പൊ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുന്നതിന് പകരം ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ സ്വയം നശിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആരെ കാണിക്കാനാ? ഇതെല്ലാം കണ്ട് ഇതിന് കാരണക്കാരായവർ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അതും കൂടെ നവീൻ ചേട്ടനൊന്ന് ആലോചിക്കുന്ന നല്ലതായിരിക്കും. വാശി ഇങ്ങനെയല്ല തീർക്കേണ്ടത്. അന്തസ്സായി ജീവിച്ച് കാണിക്ക്. സമയം കിട്ടുമ്പോ ബുദ്ധിയും മനസ്സും ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞടന്നിരുന്നു. അവൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവൻ അതേ നൃത്തം താഴെ ചിതറിക്കിടക്കുന്ന പായസത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. ഓനെ മല്ലി ചേച്ചി. അവന്റെ ആ നിൽപ്പ് കണ്ട് മല്ലിക അവനടുത്ത് പോകാൻ തുടങ്ങിയതും രേശുവിന്റെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടു. ഒപ്പം അവളടുത്ത് ചെല്ലാനായി കണ്ണുകൊണ്ട് കാണിച്ചതും അവനെ നോയിക്കൊണ്ട് തന്നെ അവരും തിരിഞ്ഞടന്നു. ഈ സമയം അത്രയും താഴേക്ക് നോക്കിയിരുന്നവൻ പതിയെ നിലത്ത് മുട്ടൂത്തിയിരുന്ന് ആ പായസത്തിലൊന്ന് തൊട്ടു. അമ്മ. തന്റെ വിരലിൽ പറ്റി പിടിച്ച മധുരം നുണഞ്ഞുകൊണ്ട് അവന് ഹൃദ്യമായി മൊഴിഞ്ഞു. മറ്റെന്തൊക്കെയോ ഓർമ്മയിലേക്ക് എത്തിയതും സമനില തെറ്റിയതുപോലെ അവൻ അലറി വിളിച്ചു. മുടിയിൽ വിരലുകൾ കൊരുത്തു വലിച്ച് പോയിരുന്നവന് പെട്ടെന്ന് തന്നെ എണീറ്റ് കാറ്റുപോലെ പുറത്തേക്ക് പോകുന്നു. വണ്ടിയുടെ ശബ്ദവും ഒരു ചുമരിനപ്പുറം രേഷവും മല്ലിച്ചേച്ചിയും കണ്ടിരുന്നു. മോളെ, വിനുമോനെ എങ്ങോട്ടായിരിക്കും പോയത്? അതെന്താ എന്റെ ചേച്ചി ഇത്ര ചോദിക്കാൻ? മൂപ്പരുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ. നെവി രാമചന്ദ്രൻ ഞാൻ പറഞ്ഞ് കുറച്ച് ഏറ്റിട്ടുണ്ട്. ചേച്ചി കണ്ടില്ല നൃത്തം. അങ്ങോട്ടാണ് ഈ വണ്ടി എന്തിനാ മോളെ? ഈ മതിലിനപ്പുറം കടക്കാൻ നടന്നു പോയാൽ പോരെ? എനിക്കെന്തോ എന്റെ ചേച്ചി, നമ്മളെപ്പോലെ നടന്ന് ശീലല്ലോ. വടക്കും വീട്ടിലെ രാജകുമാരന് കാല് തേഞ്ഞു പോയില്ലേ? ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞു മല്ലി ചേച്ചി അവളെ നോക്കി ചിരിച്ചിരുന്നു. മോനെ പഴയതുപോലെ കണ്ടാൽ മതിയായിരുന്നു. ചില ദിവസം രാത്രി വരുന്ന കോലം പോരാത്തിന് ഇവിടെ വന്നിട്ട് വേറി. എത്ര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബ. ഒരു പെണ്ണ് ചതിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ. ആ പെണ്ണിപ്പോ സുഖമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടാവും. പോരാത്തിന് ഇയാൾ പ്രേമൂത്ത് ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ടുണ്ടല്ലോ. അവൾക്ക് കിട്ടാനുള്ള കിട്ടിയപ്പോൾ അവളങ്ങ് പോയി. ഇയാൾ ഇപ്പോഴും അവളെ ഓർത്ത് ജീവിതം കുടിച്ചു തീർക്കുന്നു. ജനിപ്പിച്ചവരെ വരെ ഓർക്കാതെ. മനസ്സിലെ ദേഷ്യം മൊത്തം അവൾ പല്ലടിച്ച് തീർക്കുന്നുണ്ടായിരുന്നു. മോളെ, സുഗുണേട്ടപ്പ് വരും. ഇന്ന് അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിലുണ്ട്. അപ്പം ഞാൻ അവിടെ ഇല്ലാതെ പറ്റില്ല. അടുക്കള ഒതുക്കി മോന് വരുന്നതിന് മുന്നേ പോവാന്ന് കരുതി ഇന്നപ്പോഴേക്കും അവൻ വന്നു. പിന്നെ അല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. അതിനെന്താ, ചേച്ചി പോയിക്കോ. ഞാനേതായാലും ആ കാട്ടുമാക്കാൻ വന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ടേ പോകും. വരുവോ ഇനി അമ്മയുടെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ചേച്ചി പോയിക്കോ. മല്ലി ചേച്ചി പോയ ശേഷം വേഗം തന്നെ അവൾ ഹാളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടു. കിച്ചണിൽ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകി ഒതുക്കി വെച്ചപ്പോഴേക്കും നേരം 11:30 ഇനിയിപ്പോൾ അവിടെ നിന്നോ കക്ഷി. എന്തായാലും ഒരു 12 മണി വരെ കാക്കാം. അത് കഴിഞ്ഞ് പോവാം. അവിടെ പോയാലും കാണാലോ. ഓരോന്ന് ആലോചിച്ച് സോഫയിൽ നിന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് പിന്നെ ഉണർന്ന്. സമയം 12:45 കഴിഞ്ഞിട്ടുണ്ട്. സുഗുണമ്മ കാളിങ് എന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ മോളെ.
അമ്മ ഞാൻ ജസ്റ്റ് ഉറങ്ങിപ്പോയി. അമ്മയുടെ മോനെ കാത്തുന്ന കക്ഷി ഇന്ന് അമ്മയോടൊപ്പം കൂടിയല്ലേ. ഇനിയിപ്പോ ഞാൻ രാവിലെ വന്നോളാം. ഇവിടെയോ? വീനു മോനോ? മോളെ എന്തൊക്കെയാ പറയുന്നേ? ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൻ വന്നിരുന്നെങ്കിലെന്ന്. ഞാൻ മോളെ പിന്നെ കാണാതായപ്പോൾ വിളിച്ചതാ. പായസം കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഞാനും പിന്നെ നിന്നെ കാത്തു ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എണീറ്റപ്പോൾ നിന്നെ വിളിച്ചതാ. മോളപ്പം അവിടെയാണോ? ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ? പിന്നെ അവൻ പായസം കുടിച്ചോ? നീ പറഞ്ഞില്ലേ അമ്മ ഉണ്ടാക്കിയതാണെന്ന്? ആവേശത്തോടെ അമ്മ ഓരോന്നും ചോദിക്കുന്നു പറയുന്നുണ്ടെങ്കിലും ആളുടെ മനസ്സിൽ അവൻ പിന്നെ എവിടെ പോയി എന്നായിരുന്നു. മോളെ അമ്മ വിനേട്ടൻ പായസം കുടിച്ചു. എന്തോ ഫയറി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞതാ. മലിച്ചേച്ചി വീട്ടിൽ പോയി. അപ്പം ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ലേറ്റായി. വിനേട്ടനാ പറഞ്ഞ് ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പോകണ്ട, ഒരുമിച്ച് പോവാന്ന്. അപ്പം ഞാൻ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അതാ. ആണോ മോളെ? അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ? സന്തോഷത്തോടെ ആ അമ്മ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അമ്മേ എന്നെ വിശ്വാസമില്ല അമ്മയ്ക്ക്. ഞാനല്ലേ അമ്മയ്ക്ക് വാക്കെന്ന് വിനോട്ടം പറഞ്ഞ. ഇനിയിപ്പോൾ ഉറങ്ങിയോ എന്തോ. എന്തായാലും ഇനി നാളെ രാവിലെ വരാം അമ്മേ. അമ്മയുടെ മോനെക്കൂട്ടി ഞാൻ രാവിലെ തന്നെ വന്നിരിക്കും. ആ പറച്ചിലും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. കണ്ണീർ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ അമ്മ ഫോൺ വയ്ക്കുമ്പോൾ ഇപ്പുറം ഓരോ കണക്കുകൂട്ടലുകളുമായി അവളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആ കണക്കുകൂട്ടലിലേക്ക് മുറിക്കാനുള്ള ആയുധമായാണ് അവൻ വരുന്നതെന്ന് അവൾ അറിഞ്ഞില്ലെന്ന് മാത്രം. നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നുണ്ടെന്ന്. ഓ വന്നോ വടക്കും വീട്ടിലെ രാജകുമാരൻ എന്നും മനസ്സിൽ പറഞ്ഞ് ഡോർ തുറന്നു മുന്നിൽ ആടിക്കുഴഞ്ഞ് മറുകയിൽ ഒരു കുപ്പിയും പിടിച്ചു നിൽക്കുന്ന ആ രൂപത്തെ കണ്ട് അവളൊന്ന് ഞെട്ടി. ഇത്രയൊക്കെ വാഗ്വാദം മുഴക്കിയിട്ടും വീണ്ടും ഇയാൾ കുടിക്കാൻ പോയോ? മനുഷ്യൻ തന്നെയാണോ ഇത്? നീ എന്താടി ഇവിടെ? മനസ്സിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ ആടിക്കുഴഞ്ഞുള്ള സ്വരം കേട്ടത്. ഞാൻ നിങ്ങളെ കെട്ടിക്കാൻ വന്ന് എന്ത് പറഞ്ഞിട്ടെന്താ? നടക്കിങ്ങോട്ട്. എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ അവസാനത്തെ കുടിയായത്. ഓരോന്നും പിറുപിറുത്തുകൊണ്ട് അവൾ എന്റെ കയ്യിൽ പിടിച്ച് തോളിലൂടെ കൈയിട്ടു. ഏയ് യു ഡോണ്ട് ടച്ച് മീ, ഓക്കെ? അതും പറഞ്ഞ് അവൻ അവളെ മറികടന്നു പോയി. സ്റ്റെപ്പ് കയറാൻ നിന്നും വേയിച്ചു പോയ അവനെ അവൾ തന്നെ താങ്ങി നിർത്തിയിരുന്നു. എന്താണ് എന്തോ പണ്ടാരം കുത്തിക്കയറ്റുന്നു. ഉരുട്ടി വെച്ച മസിൽസിനുണ്ടാവും ഒരു 10-15 കിലോ. മനസ്സിൽ അങ്ങനെ ഓരോന്നും പിറുപിറുത്ത് അവന്റെ റൂം ലക്ഷ്യം വെച്ച് അവനെയും താങ്ങി പിടിച്ച് അവൾ നടന്നിരുന്നു. എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ച് അവനെ ബെഡിലേക്ക് ഇരുത്തിയ ശേഷം അവന്റെ കൈയുള്ള കുപ്പി മേടിച്ച് അവൾ ചുമരിൽ എറിഞ്ഞുടച്ചു. ദേഷ്യത്തിൽ എന്തോ പറയാൻ അവന്റെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചൊരൊറ്റ വലിക്കലിൽ അവളെ അവന് ബെഡിലേക്ക് ഇട്ടു. 1 ഇഞ്ച് വ്യത്യാസത്തിൽ അവൾക്ക് മുകളിലായി അവനും കയറി കിടന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഞെട്ടിയ രേഷ്മ സ്വബോധം വന്നും ധൃതിയിൽ എഴുന്നേൽക്കാൻ തുനിഞ്ഞതും അവളുടെ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് കൈകളെ രണ്ടും തന്റേതുമായി ബന്ധിപ്പിച്ച് അവൻ സംസാരിച്ച് തുടങ്ങിയിരുന്നു. സ്റ്റെഫി, ഐ ലവ് യു സ്റ്റെഫി. ഞാൻ നിന്നെ എത്ര സ്നേഹിച്ച. എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞവരും കേൾക്കാതെ നിന്റെ കൂടെ നിന്നല്ലേ ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നിന്നെ നോവിച്ചില്ലല്ലോ. നിനക്ക് വേണ്ടി അച്ഛനെയും അമ്മയൊക്കെ ഞാൻ മാറ്റി നിർത്തി. എന്നിട്ടും നീ എന്തിനാ എന്നിട്ട് പോയത്? ഞാൻ എന്താ നിന്നോട് ചെയ്തത്? എന്തിനാ എന്നൊരു വിഡ്ഢിയാക്കിയത്? കുടിച്ച മദ്യത്തിന്റെ ആരസ്യത്തിൽ അവൻ ഓരോന്നും പറയുന്നുണ്ട്. മുന്നിൽ കിടക്കുന്ന ആരാണെന്ന് പോലും തിരിച്ചറിയാനുള്ള ബോധം അവനപ്പോൾ ഉണ്ടായിരുന്നില്ല. മനസ്സിൽ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച പെണ്ണും ആൾക്ക് വേണ്ടി അകറ്റി നിർത്തിയ പ്രിയപ്പെട്ടവരും എന്നിട്ടും വഞ്ചിച്ച് കടന്നു കളഞ്ഞു. ഞാൻ സ്റ്റെഫിയല്ല, രേഷ്മയാ. ആദ്യത്തെ പകപ്പ് മാറി അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടിന് മേൽ അവൻ വിരൽ വെച്ച് തടസ്സം സൃഷ്ടിച്ചു. കണ്ണുമിഴിച്ച് നോക്കി നിൽക്കാനല്ലാതെ അവൾക്കപ്പോൾ ഒന്നിനുമായില്ല. രേഷ്മ, അവള് പറയാ ഞാൻ തോറ്റുപോയെന്ന്. നീ വിജയിച്ചെന്ന്. നിനക്ക് വേണ്ടിയാ ഞാനിങ്ങനെ സ്വയം നശിക്കുന്നെന്ന്. അത് കണ്ട് നീ ചിരിക്കുന്നെന്ന്. ആണോ സ്റ്റെഫി? നിനക്ക് അങ്ങനെ ചിരിക്കാൻ കഴിയുക? ഒരു തരി പോലും എന്നുള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല നിനക്ക്. എല്ലാൻ്റെ പണം കണ്ടിട്ടായിരുന്നു. പറ. എത്രയൊക്കെ അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അവൾ തോറ്റുപോയി. അവളിൽ അമർന്ന അവന്റെ ശരീരത്തിന് മുമ്പിലും അവന്റെ കൈകരത്തിന് മുമ്പിലും അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. ഒന്നും കേട്ടില്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിലല്ല ഇതൊന്നും പറയുന്നതെന്ന അറിവ് അവൾക്കുണ്ടായിരുന്നു. ഇനി എന്തു പറഞ്ഞാൽ അവനെ മനസ്സിലാക്കിപ്പിക്കാൻ ഈ അവസ്ഥയിൽ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് ആലോചിച്ച് അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. നീ പറയില്ലല്ലേ? അതല്ലേ നീ രാവിലെ എന്നെ കണ്ടപ്പോ പറഞ്ഞ് നിനക്ക് ഞാൻ വെറും പണത്തിനുള്ള സോഴ്സ് ആയിരുന്നല്ലേ? നീ കൊടുത്ത കീ കൊണ്ട് ചലിക്കുന്ന ഒരു പാവ അല്ലേ? പക്ഷെ എനിക്കെന്റെ ജീവനായിരുന്നു നീ. നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ നേടിയെടുത്തു. അതൊന്നും നിന്റെ കഷ്ടപ്പാടല്ല,
ഒന്നും. എല്ലാം ഞാൻ വിചാരിച്ചുകൊണ്ട് മാത്രം. ഇപ്പൊ നീ നിൽക്കുന്ന ഈ പൊസിഷനൊക്കെ തകർക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഞാനത് ചെയ്യില്ല. നീ ജോലി ചെയ്ത് കിട്ടിയിട്ട് വേണ്ട നമുക്ക് ജീവിക്കാനെന്ന് എനിക്കും നിനക്കും അറിയാം. എന്നിട്ടും നിന്റെ ഇഷ്ടമായിരുന്നില്ലേ വലിയൊരു മോഡലാവണമെന്ന്? അതിന് ഞാൻ എതിരെ നിന്നു, കൂടെ നിന്നെല്ലാം ചെയ്തെന്ന്. അവസാനം ഞാൻ വെറും കറിവേപ്പില്ല. മാന്യമായ ജോലി കിട്ടാത്തതുകൊണ്ടോ അതിനുള്ള ആരോഗ്യം നിനക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ലല്ലോ. കാത്തിരിക്കാൻ നിനക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാനല്ലേ നീ നിന്റെ ശരീരം വിറ്റടക്കുന്നത്. അതിനായിരുന്നോ ഞാൻ നിന്റെ ഇഷ്ടത്തിന് നിന്നെ ഒരു മോഡലാക്കിയത്? അവന്റെ വാക്കുകളൊക്കെയും പകുതിയിലധികവും മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവസാനം പറഞ്ഞ രേഷ്മ നന്നായെന്ന് ഞെട്ടിയിരുന്നു. അവനൊരു പെണ്ണിനെ പ്രേമിച്ച് അവൾ ഇട്ടിട്ട് പോയി എന്നല്ലാതെ അതിന് പിന്നിൽ ഇങ്ങനൊരു സംഭവം ഉള്ളതെന്ന് ആർക്കും അറിവുള്ള കാര്യമല്ല. എന്തിന് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നല്ലാതെ എന്താ ഏതായെന്നൊന്നും ഇതുവരെ ആരോടും അവൻ പറഞ്ഞിട്ടില്ല. നീ എന്താ പറഞ്ഞ? നിനക്ക് വേണ്ടി ചെലവാക്കിയതിനൊക്കെ ഞാൻ നിന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലേ? എപ്പോഴാണ് നിനക്ക് ഇഷ്ടമില്ലാതെ ഞാൻ നിന്നെ തൊട്ടിട്ടുള്ളൂ? താരി കെട്ടിട്ട് മതി എന്ന് പറഞ്ഞ് എന്നെ നീ തന്നെടി പ്രൊവോക്ക് ചെയ്ത്. എന്നിട്ടും ഞാൻ നിന്റെ സ്ത്രീ എപ്പോഴെങ്കിലും കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോന്ന് അത് ചോദിക്കുമ്പോൾ അവന്റെ മുഖം തേച്ചും വ്യത്യസ്തമായിരുന്നു. ഇതുവരെ കാണാത്തൊരു ഭാവം. രേഷ്മ പേടിയോണ്ട് ഉമിനീരിറക്കി പോയി. വിനുവേട്ട, ഞാൻ രേഷ്മയാ. എല്ലാവരുടെ മുമ്പിലും ഞാൻ വിലയില്ലാത്തവനായി നീ അങ്ങനെ ആക്കി. ഇനി എനിക്ക് ജയിക്കണം. ഏതായാലും പണത്തിനും പതയ്ക്കും വേണ്ടി കിടക്ക പങ്കിടുന്നവളല്ലേ നീ. അപ്പം ഞാൻ ചെലവാക്കിയ കാശിന് കയ്യും കണക്കുമില്ലല്ലോ. സോ ഐ വിൽ ഡു ഇറ്റ്. എൻ്റെ ശിക്ഷയായിട്ട് കൂട്ടിക്കോ. രേഷ്മ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ തന്നെ അവൻ അവളുടെ അത്തരങ്ങളെ തൻ്റെതാക്കി ചേർത്തിരുന്നു. രേഷുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നു. അതിൽ കണ്ണീരൊഴുകുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ അവന് കീഴിൽ അടിമപ്പെട്ടു പോയി. അതിരങ്ങളെ കടിച്ചു പൊട്ടിച്ച് അവൻ അവളിലെ മറകൾ ഓരോന്നായി നീക്കം ചെയ്തിരുന്നു. ഒപ്പം അവന്റെയും. തന്റെ സകല ശക്തിയുമെടുത്ത് തള്ളി മാറ്റാൻ അവൾ ശ്രമിച്ചെങ്കിലും അവന്റെ പുരുഷാധിപത്യത്തിന് മുമ്പിൽ അവൾ പരാജയപ്പെട്ടു പോയി. മദ്യം തലക്ക് പിടിച്ച ആലസ്യത്തിൽ ചെയ്യുന്നതെന്തെന്ന് അവനപ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ല. മാത്രമല്ല അവന്റെ സർവ്വശക്തിയും എടുത്ത് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. ഒന്നും ചെയ്യാൻ കഴിയാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് അവളും അങ്ങനെ കിടന്നു. ആ രാത്രി മുഴുവൻ അവനിലെ ലഹരി ഉറക്കത്തെ കീഴ്പ്പെടുത്തുന്നവരെ അവൻ അവളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അവളിലെ സ്ത്രീയെ പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് തന്നെ. തലക്ക് വല്ലാത്ത ഭാരം തോന്നിയപ്പോഴാണ് നവീൻ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്ന് കിടന്നുകൊണ്ട് തന്നെ തലയിരിച്ച് ക്ലോക്കിലേക്ക് നോക്കി. സമയം 9 മണി. പെട്ടെന്നാണ് തേങ്ങിയുള്ള ശബ്ദം അവന്റെ കാതിൽ പതിച്ചത്. ചാടിപ്പിടച്ച് എഴുന്നേറ്റുന്നപ്പോഴാണ് താൻ പൂർണ്ണ നഗ്നാണെന്ന് അവൻ അറിയുന്നത്. വേഗം തന്നെ പുതപ്പുണ്ട് ശരീരമൊന്നും മറച്ചു ബെഡിൽ തന്നെ ഇരുന്നു. നിലത്തങ്ങിങ്ങായി ചിന്നിച്ചെതിറിയ വസ്ത്രങ്ങൾ. തലേന്ന് രാത്രിയിലെ കാര്യങ്ങൾ അവനൊന്ന് റീവൈൻഡ് ചെയ്ത് ഓർത്തെടുത്തു. അവന്റെ പരാക്രമങ്ങൾ ഓരോന്നും ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും അവൻ അലറി. കുറ്റബോധം കാരണം കുറച്ചു സമയം തലയിൽ കൈവച്ച് അങ്ങനെ ഇരുന്നു പോയി. വീണ്ടും ശക്തമായ കരച്ചിൽ ചീളുകൾ കാതിൽ പതിച്ചപ്പോഴാണ് അവൻ തല ഉയർത്തിയത്. എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. രേഷ്മ അവൾ പെട്ടെന്ന് തന്നെ താഴെ കിടന്ന പാന്റ് എടുത്ത് ധരിച്ചു. ബാത്റൂമിന്റെ ഡോറിന്റെ അടുത്തായി മുട്ടിൽ മുഖം പൊഴുത്തിയിരിക്കുന്ന അവൾക്കരികിലേക്ക് നടന്നു. അവന്റെ ഓരോ കാലടികളും വിറക്കുന്നുണ്ടായിരുന്നു. അവൾക്കരികിലേക്ക് എത്താൻ ദൂരെ ഏറിയ പോലെ. രേഷ്മ വിറച്ചുകൊണ്ടാണ് അവൻ വിളിച്ചത്. ശബ്ദമൊന്നും പുറത്തേക്ക് വരാത്ത പോലെ. രേഷ്മ ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് അവൻ അവളുടെ തലയിലും തൊട്ടു. മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവളെ കണ്ട് അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കലങ്ങിച്ചു വന്ന് വീർത്ത കണ്ണുകളും നീളിച്ചു കിടക്കുന്ന പൊട്ടിയ ചുണ്ടുകളും കാണെ അവൻ തറഞ്ഞു നിന്നുപോയി. മതിയായില്ലേ നിങ്ങൾക്ക്? പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മൂടിപ്പോച്ചിരുന്ന ഷീറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. ഞാൻ എടുത്തോ, വേണ്ട അത്രയും. പക്ഷെ ഈ ജീവൻ ഇനി ഇങ്ങനെ ബാക്കി വെക്കരുത്. ആവശ്യം കഴിഞ്ഞിട്ട് കൊന്നുകളഞ്ഞേക്ക് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ഇന്നലത്തെ രാത്രിയുടെ അവശേഷിപ്പെന്നോണം അവളുടെ മാറിലും കഴുത്തിലും കാണുന്ന പല്ലിന്റെ ചുവന്ന് നീലിച്ച അടയാളങ്ങൾ. കുറ്റബോധം കൊണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. വേഗം തന്നെ അവൾ എടുത്തു മാറ്റിയ ഷീറ്റ് കൊണ്ട് തന്നെ അവളെ പുതപ്പിച്ചു. രേഷ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനൊന്ന് അറിഞ്ഞു. മിണ്ടരുത് നിങ്ങൾക്ക് എന്താ ഇനി പറയാനുള്ളത്? ഏതെങ്കിലും പറഞ്ഞ എന്റെ മാനം തിരിച്ചെടുക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇനി എന്നെ എന്തിനു കൊള്ളു? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ മരിക്കുന്ന. അത് കേട്ടതും പെട്ടെന്ന് തന്നെ അവനവിടെ വായ പൊത്തിപ്പിടിച്ചു. അങ്ങനെയൊന്നും പറയില്ലേ പ്ലീസ്. യാചിക്കുമ്പോൾ അവൻ പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണം ഞാൻ? പറയാൻ ശക്തിയിൽ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തന്നെ അവൾ അലറി.
രേഷ്മ, ഞാൻ അറിയാതെ ഇതിന് പകരം ഞാൻ... മതി, നിർത്ത്. പകരം നിങ്ങൾ എന്തേലും പണമായിരിക്കുമല്ലേ? പണത്തിലും വലുത് മനുഷ്യരാണ്, ബന്ധങ്ങളാണ് ചിന്തിക്കുന്നവളാണ് ഞാൻ. എന്റെ മാനത്തിന് വിലയിടാൻ മാത്രം ഞാൻ അതപ്പതിച്ച് പോയിട്ടില്ല. വെറുതെ പോലും അറിയിക്കാത്തൊന്നും ആഗ്രഹിക്കരുത്. കഴിക്കുന്ന ഓരോ അരമണിക്കും വിയർപ്പിന്റെ ചൊവ്വേറിനെന്ന് പഠിപ്പിച്ച ഒരു മുത്തച്ഛന്റെ കൊച്ചുമകളാണ് ഞാൻ. ആ എനിക്കുമ്പിൽ നിങ്ങൾ എത്ര നോട്ടിയിട്ട് നീട്ടിയാലും ഇതിനൊന്നും പകരാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ അറിയാതെ എന്ന്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ സ്ഥാനത്ത് മല്ലി ചേച്ചിയോ നിങ്ങളുടെ അമ്മയോ മുത്തശ്ശിയോ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യുമായിരുന്നു നിങ്ങൾ? രേഷ്മ! അത് കേട്ടതും ഞെട്ടൽ കലർന്ന ഭാഗത്തിൽ ഉച്ചത്തിൽ തന്നെയാണ് അവൻ വിളിച്ചത്. നിങ്ങൾ ചെയ്യും, ഇത് തന്നെ ചെയ്യും. കാരണം അത്രയ്ക്ക് ബോധമില്ലല്ലോ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ര ബോധമില്ല. എന്താ ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റ്? സ്വന്തം എന്ന് പറയാൻ കയറി ചെല്ലാൻ ആരും ഇല്ലാത്തവളാ ഞാൻ സ്വന്തം എന്ന് കരുതി നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാരും തന്നെയാ. എനിക്ക് അന്നം തരുന്ന ആ സ്നേഹം നിറഞ്ഞ മനുഷ്യർക്ക് അവരുടെ മകന് ഒരു ദിവസം ആ പഴയ വിനുവായിട്ട് മുന്നിൽ നിർത്താന്ന് പറഞ്ഞതോ? ഒരു പെണ്ണിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് ഒടുവിൽ അവൾക്കുള്ള ശിക്ഷയായിട്ട് തന്നെ. ദേഷ്യവും സങ്കടവും കൂടിക്കളന്ന ഭാഗത്തിൽ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. അവനവളെ കേട്ടുന്നല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും പറയാൻ അവകാശമില്ലല്ലോ. ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റല്ലല്ലോ ചെയ്തു പോയത്. അതൊരു അനിയത്തിയെ പോലെ കാണേണ്ടവളോട്. രേഷ്മ, താനിങ്ങനെ കരയില്ലേ? എന്നെ നോക്കി കരയാതെ. തൊട്ടുപോരു തന്നെ. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ തന്നെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അതീവ ദേഷ്യത്തിൽ തന്നെ അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. കണ്ണു നിറച്ച് നോക്കിക്കാൻ അവനും ആ സമയം ആയുള്ളൂ. ഇനി അവളെങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തുനിന്ന് എണീറ്റിരുന്നു. വീണ്ടും അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. രേഷ്മ, ഇനി നിങ്ങളെ കുടിപ്പിക്കില്ലെന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അതിന് നിങ്ങൾ തന്നെ ഒരു അവസരം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു അവസരം. അതുകൊണ്ട് ഇനി നിങ്ങൾ കുടിക്കില്ല. നന്നായിട്ട് അറിയാൻ എനിക്കിപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ബോധമുണ്ടെന്നും ജീവിതത്തിൽ ഇനി നിങ്ങൾ ആ സാധനം കൈകൊണ്ട് തൊടില്ലെന്നും. അതുകൊണ്ട് ഇനി രേഷ്മ പറയും, നിങ്ങൾ കേൾക്കും. എന്നെ കടിച്ചു കയറി ഈ വിധം ആക്കിയില്ലേ? അതിന് പകരാക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് വേണ്ടി ഈ നിമിഷം ഇപ്പം ഇറങ്ങിക്കുന്ന നവീൻ രാമചന്ദ്രൻ തറവാട്ടിലേക്ക്, അങ്ങ് വടക്കും വീട്ടിലേക്ക്. ഇനി നിങ്ങളുടെ താമസം അവിടെ മതി. പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ. ഇനി എന്തായാലും നിങ്ങൾ കുടിച്ച് ലക്ക് പോയില്ലല്ലോ. ആ അമ്മയ്ക്ക് കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം. തിരിച്ചവളോടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി കരഞ്ഞുകൊണ്ട് അവളും അങ്ങനെ ഇരുന്നു. ഏറെ നേരത്തിന് ശേഷം മനസ്സിൽ പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എണീറ്റ് ഡ്രസ്സും കൂട്ടിപ്പിടിച്ച് അവൾ ബാത്റൂമിലേക്ക് നടന്നു. മേലേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾക്കൊന്നും ഉള്ളിൽ അഗ്നിയെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഏറെ നേരം ഷവറിന്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. കുളിച്ച് ഫ്രഷായി താഴെ ചെന്നപ്പോൾ തന്നെ കാണുന്നത് കൈ രണ്ടും തലയിൽ താങ്ങി താഴേക്ക് നോക്കി സെറ്റിലിരിക്കുന്ന അവനെയാണ്. ഇട്ടിരുന്ന വേഷമെല്ലാം മാറിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി മല്ലി ചേച്ചി തറവാട്ടിൽ പോവാതെ നേരെ ഇങ്ങോട്ട് വന്നിന്ന്. അവനെ നോയിക്കൊണ്ട് തന്നെ അവന്റെ മുന്നിൽ വന്ന് നിന്നു. മുന്നിൽ രണ്ട് കാൽപാദങ്ങൾ കണ്ടതും അവൻ തല ഉയർത്തി നോക്കി. ഇയാളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് പോവാം, ദേഷ്യത്തോടെ തന്നെ അവൾ പറഞ്ഞു നിർത്തി. പിന്നെ ഈ വീട്ടിലേക്ക് ഇനി താൻ വരില്ല. അതുകൊണ്ട് മല്ലി ചേച്ചിയോട് എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്. നടന്നെന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അല്പം പുച്ഛം കലർന്ന ഭാഗത്തിൽ സങ്കടത്തോടെയാണ് അവളത് പറഞ്ഞു നിർത്തിയത്. അവളെയും നോക്കിയ ശേഷം അവൻ അടുക്കള ലക്ഷ്യം വെച്ച് പോയിരുന്നു. മല്ലി ചേച്ചിയുടെ എന്തൊക്കെയോ സംസാരിക്കുന്നു, തിരിച്ചെന്തൊക്കെയോ പറയുന്ന അവ്യക്തമായി കേൾക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് നടന്നിരുന്നു. പോവാം. കുറച്ചു കഴിഞ്ഞ ശേഷം അവന്റെ ശബ്ദം കേട്ടത് അവളൊന്ന് തിരിഞ്ഞു നോക്കി. മല്ലി ചേച്ചി ഇവിടെ ക്ലീൻ ആക്കിയിട്ട് വീട്ടിൽ ലോക്ക് ചെയ്തോളൂ. ഇനി മുതൽ തറവാട്ടിലേക്ക് മാത്രം വന്നാൽ മതി പറഞ്ഞിട്ടുണ്ട്. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ പറഞ്ഞു. അവന് വെറുതെ നോക്കിക്കൊണ്ട് അവൾ മുന്നേ നടന്നു. മോനെ വിനു. നവീനെ കണ്ട പാടത്തിന് അമ്മയും മുത്തശ്ശിയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഏകദേശം 5 മാസത്തിന് ശേഷമാണ് അവൻ തറവാട്ടിലേക്ക് വരുന്നത്. തിരിച്ച് അവരെ ചേർത്ത് പിടിച്ചെങ്കിലും ഒന്നും അവന് ആസ്വദിക്കാനായില്ല. സുകന്യ രേഷ്മയെ നന്ദിയോടെ നോക്കി. ജീവനില്ലാത്തൊരു ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പോയിരുന്നു. അമ്മയും മുത്തശ്ശിയും പരിഭവങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ അവന്റെ കണ്ണ് രേഷ്മ പോയ വഴിയെ മാത്രമായിരുന്നു. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. നവീന്റെ അച്ഛൻ രാമചന്ദ്രൻ ബിസിനസ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് നാട്ടെത്തിയോടെ മകന്റെ മാറ്റത്തിൽ അവരും അതിയായി സന്തോഷിച്ചു. ഒന്നിലും പെടാതെ രേഷ്മ മാക്സിമം ഒഴിഞ്ഞു മാറി നടന്നു. കാരണം എല്ലാവരും തിരക്കിയെങ്കിലും ഓരോ ഒഴിവഴി പറഞ്ഞുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി. കാരണം അറിയാവുന്നതുകൊണ്ട് നവീനും മൗനം പാലിച്ചു. താമസം ഒരേ വീട്ടിലായിരുന്നിട്ട് കൂടി പരസ്പരം കാണുന്ന സാഹചര്യങ്ങൾ പരമാവധി അവൾ തന്നെ ഒഴിവാക്കി. അവളോട് എത്ര സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അവന് കേൾക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം നവീനും അച്ഛനും ബിസിനസ് ആവശ്യത്തിനായി US പോയി. അതൊരു തരത്തിൽ അവൾക്ക് ആശ്വാസമായിരുന്നു. ജീവിതം എങ്ങോട്ടെന്നില്ലാത്ത ചത്ത ശവത്തിന് തുല്യമായിട്ട് അവൾ ജീവിച്ചു തീർത്തു. ദിവസം കൂടുന്തോറും അവളുടെ മുഖത്തെ പ്രസന്നതയും നഷ്ടപ്പെട്ടു. 1.5 മാസം അങ്ങനെ മാറ്റമില്ലാതെ കടന്നുപോയി. രാവിലെ കുളിച്ച് ബാത്റൂമിൽ നിന്നിറങ്ങിയ രേഷ്മയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. ശരീരത്തിന്റെ ചലനങ്ങൾക്കൊപ്പം മനസ്സിന്റെ ചലനവും മരവിച്ച പോലെ. കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന സാധനത്തിലേക്ക് അവൾ ഒന്നുകൂടെ നോക്കി. അതിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന 2 വരകൾ.
പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. ധൃതിയിൽ കയ്യിൽ തടഞ്ഞ ബ്ലേഡ് എടുത്ത് കണ്ണു ചിമ്മി മറുകയിൽ വരക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും മുഖത്ത് കിട്ടിയ അടിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു ഒരു കൈ തന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദേഷ്യഭാവത്തിൽ നിൽക്കുന്ന നവീനെ. നിങ്ങളോ കൈയെടുക്ക്, എന്നെ തൊടണ്ട. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ കൈ വിടുവിക്കാനൊരു ശ്രമം നടത്തി. എന്തിനാണ് നീ ചാവാൻ നോക്കുന്നത്? എത്ര ദിവസം ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു. എനിക്കൊരു അവസരം താ. നീ ഞാൻ ചെയ്ത തെറ്റിരുത്താൻ ഒരു അവസരം, അല്ലെങ്കിൽ എന്നാ നീ കൊന്നേക്ക്. ഞാനല്ലെല്ലാം ചെയ്തു വെച്ച്. ഓ, അവസരം വേണോ നിങ്ങൾക്ക്? വേണോന്ന് ഞാൻ ഇത് കാണു. ഇതെന്താണെന്നറിയോ? നിങ്ങളുടെ രക്തം എന്റെ വയറ്റിലുണ്ട്, അതിന്റെ തെളിവ്. ഇത് തിരുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമെന്ന് കലങ്ങിയ കണ്ണുകളോടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കയ്യിൽ ചുരുട്ടി പിടിച്ച ആ പ്രഗ്നൻസി കാർഡ് അവന് നേരെ നീട്ടിപ്പിടിച്ചു. അതിലേക്ക് നോക്കി അവനൊരു നിമിഷം തറഞ്ഞെന്ന് പോയി. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാ? പറ. എന്നെ എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഈ അംശത്തെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. അതാവും നിങ്ങൾ എനിക്ക് ചെയ്തിരുന്ന ഏറ്റവും വലിയ ഉപകാരം. നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നിട്ട് തന്നെ തെറ്റിരുത്തിക്കോ. വീണ്ടെന്തൊക്കെയോ പറയുന്നവളെ അവൻ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വായ പൊത്തിപ്പിടിച്ചിരുന്നു. ഇങ്ങനെയൊന്നും പറയില്ലേടി. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കുഞ്ഞ്? അത് ബോധമുണ്ടല്ലേ? ഞാൻ എന്ത് ചെയ്യണം അതുകൂടെ പറ. ഇതിനാണ് അച്ഛനും അമ്മയ്ക്കപ്പം എന്റെ ജീവനെടുക്കാതെ ഈശ്വരൻ ബാക്കി വെച്ച്. അവന്റെ കൈപ്പിടിയിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. വാക്കുകൾ പലതും മുറിഞ്ഞു പോകുന്നുണ്ട്. ഇട്ടിരിക്കുന്ന അവന്റെ ഷർട്ടിലും കയ്യിൽ അവളുടെ കണ്ണുനീരുറ്റി വീഴുന്നുണ്ട്. നീ ഒന്നും ചെയ്യണ്ട, തൽക്കാലം ഞാൻ പറയുന്ന നീ കേട്ടാ മതി. ഞാൻ ചെയ്ത തെറ്റ് എങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം നിങ്ങൾക്ക്? എന്റെ കുഞ്ഞിനെയും കൂടെ അതിന്റെ അമ്മയും വേണം എനിക്ക്. അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുന്നേ തന്നെ ഉറപ്പുള്ള സ്വരത്തിൽ അവൻ പറഞ്ഞു. ഹരിതാത്ത എന്തോ കേട്ട പോലെ പെട്ടെന്ന് അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൾ എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഫോൺ എടുത്ത് അവൻ ചെവിയിലേക്ക് വെച്ചിരുന്നു. രേഷ്മയുടെ റൂമിലേക്ക് വരാൻ പറഞ്ഞപ്പോഴേ മനസ്സിലായി വിളിച്ചത് ആരെയാവുമെന്ന്. 5 മിനിറ്റിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ആ റൂമിലെത്തിയിരുന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ നവീൻ തന്നെ എല്ലാവരോടും പറഞ്ഞു. ഇനിയും പറയാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ. രേഷ്മ കണ്ണു നിറച്ച് പുറത്തേക്ക് നോക്കി നിന്നതേ ഉള്ളൂ. പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോഴാണ് അവൾ തലചരിച്ച് നോക്കിയത്. കവിളിൽ കൈവച്ച് നിൽക്കുന്ന നവീനെയും മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന രാമചന്ദ്രനെയുമാണ് അവൾ കണ്ടത്. അപ്പുറം കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയും സുകന്യമ്മയും ഉണ്ട്. രാമ, ഇനിയിപ്പൊ അവനെ തല്ലിയിട്ടൊന്നും കാര്യമില്ല. അച്ഛാ, എന്തിന്റെ കുറവായിരുന്നു അച്ഛാ ഇവന്? സ്നേഹിച്ചും ലാളിച്ചും കഷ്ടപ്പാടറിയാതെ വളർത്തിയെന്ന ഗുണാണോ ഇവനീ കാണിച്ച്? ഏതോ ഒരുത്തിക്ക് വേണ്ടി അവന്റെ ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു പെൺകുട്ടിയുടെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ നേരെ ഒന്നുകൂടെ കൈ ഉയർത്തിയതും മുത്തശ്ശൻ ആ കൈ തടഞ്ഞിരുന്നു. നിർത്തി രാമ, നീ. അവന് നല്ല ബോധമുണ്ട് ചെയ്ത് തെറ്റാണെന്ന്. അവന് കുറ്റബോധമുണ്ട്. അത് തിരുത്താൻ അവൻ തയ്യാറുവാ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ മുന്നോട്ടുള്ള കാര്യം നോക്കാം. ഇപ്പൊ ഈ തറവാടിന് അവന്റെ രക്തത്തിൽ ഒരു അവകാശി കൂടിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്നാ അച്ഛൻ പറയുന്നത്? എങ്ങനെ ഇവൻ തിരുത്തുന്ന? നവീൻ രാമചന്ദ്രൻ രേഷ്മയെ താലി കിട്ടും. എനിക്കെന്റെ കുഞ്ഞിനെയും അമ്മയും വേണം. ഉറപ്പുള്ള ശബ്ദത്തിൽ നവീൻ പറഞ്ഞു. മുത്തശ്ശന് രേഷ്മ ഒഴികെ ബാക്കിയെല്ലാവരും അവന്റെ മുഖത്തേക്ക് ഞെട്ടലോടെ നോക്കി നിന്നു. വീണ്ടും എന്തൊക്കെയോ പറയാനും തല്ലാനും നിന്ന അച്ഛനെ മുത്തശ്ശൻ തന്നെ അടക്കി നിർത്തി. എല്ലാം കണ്ട് കണ്ണീർ തോരാതെ അവളും. മോളെ, സുകന്യാമ അവളെ അടുത്തിയെന്ന് വിളിച്ചു. ആ വിളി കേട്ടത് അവളുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയിരുന്ന അവളും. കൂടെ കരയാനല്ലാതെ അവർക്ക് മറ്റൊന്നിനും ആയില്ല. തന്റെ മകൻ ചെയ്ത തെറ്റിനെ അനുഭവിക്കുന്നവളാണ്. അവന്റെ രക്തം വയറ്റിൽ തുടിച്ചവളാണ്. കൂടുതൽ എന്ത് പറയാനാണ്? മോളെ, എന്റെ മകൻ ചെയ്ത തെറ്റിന് ഈ അമ്മ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. അവൻ ചെയ്ത വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെയൊന്നുമല്ല ഞാൻ അവനെ വളർത്തി വലുതാക്കിയത്. അതിൽ മോളെക്കാളും സങ്കടം അമ്മയ്ക്കുണ്ട്. എൻ്റെ മോളെ ഞാൻ പറയുന്ന കേൾക്കണം. അവൻ ചെയ്ത തെറ്റിന് അവന് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളത് അംഗീകരിക്കണം. മോളൊന്നല്ല, ഇപ്പൊ 2. ഞങ്ങളുടെ മകന്റെ ചോരയാ നിന്റെ വയറ്റിലുള്ളത്. അതുകൊണ്ട് മോൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഞാനും രാമേട്ടനൊക്കെ നിന്നെ മോളെപ്പോലെ അല്ല, മോള് തന്നെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും നിന്നെ ഞങ്ങളുടെ മകന്റെ ഭാര്യയാക്കാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. നീ ഞങ്ങൾക്ക് മകളാവുമ്പോൾ അവന് നീ പെങ്ങളാവേണ്ടവളല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമ്മൾ എന്ത് വിചാരിച്ചാലും ദൈവം മുകളിലുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒന്നാവാനായിരിക്കും അവൻ്റെ തീരുമാനം. മോളെതിരൊന്നും പറയല്ലേ. നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. ഇത് ഈ അമ്മയുടെ വാക്ക. സംഭവിച്ചൊന്നും മറക്കാൻ പറയാൻ അമ്മയ്ക്കാവില്ല. അതിന് മോൾക്ക് പെട്ടെന്നൊന്നും ആവില്ല എന്നും അറിയാം. പക്ഷെ അമ്മയ്ക്ക് ഉറപ്പുണ്ട്, ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയ ഇതൊക്കെ സംഭവിച്ചത് നല്ലതിനാണെന്നേ തോന്നും. അമ്മേ, ഞാനിങ്ങനെ വിനുവേട്ടിനെ എനിക്ക് പറ്റി. എൻ്റെ മോൾക്ക് പറ്റും. അവളെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവർ പറഞ്ഞു. അമ്മ, എനിക്ക് എൻ്റെ മോളിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട. നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോ.
ഈ ക്ഷീണം മാറട്ടെ കേട്ടോ. അരുതാത്തൊന്നും എൻ്റെ മോള് ചെയ്യരുത്. ജീവൻ തരാനും എടുക്കാനൊക്കെ ദൈവത്തിനേ അവകാശമുള്ളൂ. അങ്ങനെയൊന്നും ഇനി ചിന്തിക്കാൻ പാടില്ല കേട്ടോ. അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. മുത്തശ്ശി അവളുടെ നെറുകയിലൊന്ന് തലോടി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ജോത്സ്യരെ കണ്ട് നല്ല തീയതി നോക്കി കുടുംബത്തിൽ വെച്ച് തന്നെ ചെറിയൊരു താലികെട്ട്. വീട്ടുകാരും മല്ലി ചേച്ചിയും മാത്രം. പെട്ടെന്ന് എല്ലാം കേട്ട മല്ലിയേക്ക് ഒരു മരവിപ്പായിരുന്നു. പിന്നെ റിയാലിറ്റി അവർ ആക്സെപ്റ്റ് ചെയ്തു. രേഷ്മ അപ്പോഴും എല്ലാത്തിനും പാവണക്ക് നിന്നേയുള്ളൂ. മാസങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പൊ രേഷ്മക്ക് 6 മാസം തികഞ്ഞു. അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ പഴയതിലും സ്നേഹത്തോടെ അവളെ പരിചരിച്ചു. പ്രഗ്നൻസി കൺസൾട്ടേഷനും ഒപ്പം തന്നെ അവൾക്ക് നല്ലൊരു കൗൺസിലിംഗും നൽകിയിരുന്നു. ഏറെക്കുറെ എല്ലാം അവൾ പൊരുത്തപ്പെട്ട് തുടങ്ങി. വയറ്റിലൊരു ജീവനുണ്ടെന്ന കാര്യം അവൾ ആക്സെപ്റ്റ് ചെയ്തു. കുഞ്ഞിനെ കാത്തിരിക്കാൻ തുടങ്ങി. മാറ്റമില്ലാത്ത ഒന്ന് അവനോടുള്ള അടുപ്പം മാത്രം. ആദ്യമൊക്കെ പഴയ റൂമിൽ തന്നെയായിരുന്നു കിടത്തം. കൂട്ടിന് അമ്മയും ഉണ്ടാവുമായിരുന്നു. സൈക്കാട്രിസ്റ്റിന്റെ നിർദ്ദേശവും ഒപ്പം അവന്റെ ദേഷ്യത്തിനും വാശിക്ക് മുമ്പിൽ പിന്നെ തോറ്റുകൊടുത്തു. അവന്റെ റൂമിൽ തന്നെ താമസമാക്കി. ഒരേ റൂമിൽ താമസിച്ചിട്ടും അറിയാതെ പോലും അവളെ തൊട്ടിരുന്നില്ല അവൻ. അവളെ ചേർത്ത് പിടിക്കാനും കുഞ്ഞിന് വയറിന്മേലെ മുത്ത കൊടുക്കാനും സംസാരിക്കാനും ഒക്കെ അവൻ ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ പ്രതികരണം അറിയാവുന്നതുകൊണ്ട് അവൻ അതിനൊന്നും മുതിർന്നില്ല. കാണാൻ പറ്റുന്നതിന്റെ ഭാഗ്യം അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത്. കൗൺസിലിംഗിന്റെ ഫലം എന്നോണം പതിയെ അവൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങി. പഴയതുപോലെ അവനോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല. പകരം സ്നേഹവും ഉണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ, ആ പരിഗണന മാത്രം. 2 മാസമായിട്ട് നവീൻ ഇപ്പൊ വിദേശത്താണ്. അടുത്തുണ്ടാകുമ്പോഴേക്കും ഒന്നും മിണ്ടാതെയും പറയാതെയും നടന്ന് ഇപ്പൊ അടുപ്പിച്ച് കാണാതായപ്പോൾ എവിടെയോ ഒരു പിടച്ചിൽ പോലെ. തന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നതിനപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവളെ വന്ന് പൊതിയാൻ തുടങ്ങി. ഇനി ഇതായിരിക്കുമോ പ്രണയം? അതോ തന്റെ കുഞ്ഞിന്റെ അച്ഛനോടുള്ള സ്നേഹമോ? തന്റെ മാത്രമല്ലല്ലോ, അവന്റെ കൂടെയല്ലേ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞല്ലേ. 2 മാസമായി ആ ശബ്ദവും കേട്ടിട്ട് ഫോണിലേക്ക് വിളിക്കുമെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഒരുതരം വാശിയും അതിനപ്പുറം ഒരു മടി പോലെ. ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇനിയിപ്പോ പെട്ടെന്ന് എങ്ങനെ? അടുക്കാൻ നോക്കുന്തോറും പഴയ കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് അരിച്ചെത്തുന്ന പോലെ. അതിനൊന്നും ഇന്നേവരവൻ പരാതി പറഞ്ഞിട്ടുമില്ല. ചെയ്തുപോയ തെറ്റാത്ര ചെറുതല്ലെന്നറിയാവുന്നതുകൊണ്ട് അവനും ക്ഷമിച്ചു നിന്നു. എങ്കിലും ചില സമയങ്ങളിൽ അവന്റെ ഭാവങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. തന്റെ അവോയ്ഡിങ് അവൻ എവിടെയോ കൊള്ളുന്ന പോലെ. പക്ഷെ അതൊന്നും അത്ര മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാറില്ല. ഓരോന്നും ആലോചിച്ചങ്ങനെ കിടക്കുന്ന സമയത്താണ് റൂമിന്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ടത്. മെല്ലെ എണീറ്റിരുന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് കയ്യിലെ വാച്ച് ഊരിയൊക്കെ നവീനെ കണ്ടത്. കാണാൻ ആഗ്രഹിച്ച എന്തോ കണ്ട പോലെ അവളുടെ മുഖമൊന്ന് തിളങ്ങി. താൻ ഉറങ്ങിയില്ലേ? ലൈറ്റ് ഓൺ ചെയ്ത പാടെ തിരിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. അവളൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടതും അവരൊന്നും ഞെട്ടാതിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇങ്ങനെ അവർ നോക്കി ചിരിക്കുന്നത്. അവനവളുടെ മുഖത്ത് നോക്കിയത് ചിരിച്ചു. എന്താണ് ഉറക്കില്ലേ? വയ്യ നിനക്ക്? എന്തെങ്കിലും വയ്യാകിയുണ്ടോ? കരുതലോടെ ചോദിച്ചുകൊണ്ട് അവിടെ അടുത്തായി കുറച്ച് നീങ്ങിയിരുന്നവൻ. അവൻ ചോദിച്ചതിന് ഇല്ലെന്ന് തലയാട്ടി അവൾ മറുപടി പറഞ്ഞു. പിന്നെന്താ ഉറങ്ങാത്തേ? ഒന്നുമില്ല, ഉറക്കം വന്നില്ല. ആണോ? ഐസ്ക്രീമാണോ നിനക്ക്? തന്റെ ഫേവറേറ്റ് വാനില ഫ്ലേവർ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഉറങ്ങിയെന്ന് കരുതിയാ ഞാൻ എടുക്കാതെ ഫ്രിഡ്ജിൽ വെച്ച്. അത്ഭുതമൊന്നും തോന്നിയില്ല അവൾക്ക്. കാരണം കല്യാണം കഴിഞ്ഞ മുതൽ ഇത് തന്നെയാണ് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മയോട് ചോദിച്ചറിഞ്ഞ് ഓരോന്ന് ആവശ്യത്തിലധികം മേടിച്ചുകൊണ്ട് വരും. കഴിക്കണം ഇപ്പൊ നിനക്ക്? ഞാൻ എടുത്തിട്ട് വരാം. അതും പറഞ്ഞോണ്ട് അവൻ എഴുന്നേറ്റ് തിരിഞ്ഞ് 2 അടി വെച്ച്. വിനുവേട്ടാ? അവൾ പിന്നിൽ നിന്ന് വിളിച്ചിരുന്നു. അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ. ആദ്യത്തെ ഞെട്ടൽ മാറി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് എണീറ്റ് അവന്റെ അടുത്ത് നിന്ന് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. വീർത്തുന്തിയ വയറൊരു തടസ്സമായെങ്കിലും അതൊന്നും വകവെക്കാതെ വീണ്ടും അവളവനെ കെട്ടിപ്പുണർന്നിരുന്നു. സന്തോഷത്തോടെ അവൻ തിരിച്ചവളെ ചേർത്ത് പിടിച്ചു. ഇനിയേട്ടാ, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. കരഞ്ഞുകൊണ്ടാണ് അവൾ പറയുന്ന അത്രയും. വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്തിനാ കരയുന്നത്? കരയാതെ, ഞാനല്ലേ വേദനിപ്പിച്ച് ഒരുപാട്. അവൻ പറഞ്ഞിരുന്നപ്പോഴേക്കും അവൾ വേണ്ട, ഒന്നിനി പറയണ്ട എന്നർത്ഥത്തിൽ തലയാലിപ്പിച്ചിരുന്നു. കരയിലേടാ പൊന്നെ, ദേ എന്നെ നോക്കി. നമ്മുടെ കുഞ്ഞും കരയും കേട്ടോ. എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ഇപ്പോഴൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ, ആ സ്നേഹം കാണുമ്പോൾ സംസാരിക്കാനും മറക്കാനൊക്കെ ശ്രമിക്കുന്ന, പക്ഷെ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ചിലപ്പോൾ ഏട്ടനോട് ഇഷ്ടം തോന്നും. ആ സമയം തന്നെ പിന്നെ പഴയതൊക്കെ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവൂ രേഷു. ഞാൻ ചെയ്തു പോയത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, പക്ഷേ എന്നെ വെറുക്കാതിരുന്നാൽ മാത്രം മതി. വിനുവേട്ടാ, എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇനിയൊന്നും പറയണ്ട. ഇത് മതി, ഇത് മാത്രം മതി എനിക്ക്. പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ വിരലവിടെ അതിരത്തിന് മേലെ തടസ്സം തീർത്തിരുന്നു. മതിയടാ കരഞ്ഞ്, ഇനി ഇങ്ങനെ കരയില്ലേ? പെൺപുലിയല്ലേ നീ? അപ്പൊ കരയാതെ. എനിക്കെന്റെ ആ കടിച്ചു കയറുന്ന രേഷു പെണ്ണിനെ ഇഷ്ടം.
അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചിരുന്നു. ഇനി കരയില്ലെന്ന പോലെ. ഞാൻ പോയി ഐസ്ക്രീം എടുത്തിട്ട് വരാട്ടോ. അവളുടെ കവിളിലും തട്ടിക്കൊണ്ട് തിരിഞ്ഞ് നടന്നിരുന്നു അവൻ. ഏട്ടാ, ഐസ്ക്രീം വായിൽ വെച്ചിരേ എനിക്ക്? അവൾ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ തന്നെ അവളുടെ വായിലേക്ക് ഓരോ ടീസ്പൂൺ ഐസ്ക്രീം അവൻ വെച്ചു കൊടുത്തിരുന്നു. എനിക്കൊരു ഉമ്മ വരും ഏട്ടാ. അത് പറഞ്ഞ് അത്ഭുതമെന്നോണം അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു. എനിക്ക് എന്തൊക്കെയോ തോന്നി വിനയേട്ടാ. എൻ്റെ കുഞ്ഞ് അറിയില്ല എനിക്കെന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ എന്തൊക്കെയാ ആഗ്രഹിക്കുന്ന ഏട്ടാ. കൂടെ ദേഷ്യവും സങ്കടമൊക്കെ വരുക. അതാണ് കാര്യം. അത് ഈ സമയത്തിൻ്റെതാ. ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. സാരല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. ഇനി 2 മാസം കൂടിയല്ലേ. അതല്ലേ ഏട്ടാ, എനിക്ക് അന്നത്തെ ദിവസം മറക്കാനായി. ഇപ്പൊ എന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുമോ? അവൾ ചോദിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് അവന് സമ്മതം അറിയിച്ചിരുന്നു. അതേ സന്തോഷത്തോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് അമർത്തി മുത്തിയിരുന്നു. സ്നേഹത്തിന്റെ കരുതലിന്റെ ആദ്യ ചുംബനം. കണ്ണടച്ചുകൊണ്ട് അവളത് സ്വീകരിച്ചു. പിന്നെ അവന്റെ അത്രങ്ങൾ ചലിച്ചത് അവളുടെ വയറിന് മുകളിലായിരുന്നു. ഇന്ന് അവരറിയാത്ത എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഫീൽ. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുപോയി. ഒരു വിവാഹം, കുടുംബം എന്നൊന്നും ചിന്തിച്ചിരുന്ന കാര്യമല്ല. അതിനിടക്കാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നും ജീവിതം ജീവിച്ചതിനെ തീർക്കണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കഴിയാമെന്ന് മനസ്സിൽ തീരുമാനിച്ചതാ. പക്ഷെ ഒരുവന്റെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയി. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ലല്ലോ. കൊടുക്കാവുന്നിലധികം ശിക്ഷ ഈ ചുരുങ്ങിയ സമയം അവന് കൊടുത്തിട്ടുണ്ട്. അതവനെ നനഞ്ഞ കണ്ണുകൾ കണ്ടാലറിയാം. അവള് നോവിക്കാതെ തന്നെ ശ്രദ്ധയോടെ വളരെ പതിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ രാത്രിയിൽ വീണ്ടും അവരുടെ സംഗമം. അവന്റെ കരലാളനത്തിൽ എപ്പോഴും അവളും അടിമപ്പെട്ടു. അന്നത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തം. മെയ്യും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഒന്നും മതിയാവാത്ത പോലെ വീണ്ടും വീണ്ടും അവൻ അവളിലേക്ക് പിടിച്ചമർത്തി. അവൾ രാത്രിയുടെ ഏതോ യാമത്തിൽ 2 ശരീരങ്ങൾ ഒന്നായതും വയറ്റിലുള്ള തങ്ങളുടെ കുഞ്ഞിനോട് വിശേഷങ്ങൾ പറയുന്നു. അവളുടെ സ്നേഹത്തോടെ വീണ്ടും ചുംബിക്കുന്നതെല്ലാം പൂർണ്ണ മനസ്സോടെ അവൾ സ്വീകരിച്ചിരുന്നു. പൂർണ്ണ സന്തോഷവതിയായി ആത്മസംതൃപ്തിയോടെ തന്നെയാണ് അന്നത്തെ പുലരിയെ അവൾ വരവേറ്റത്. രാത്രിയിൽ അവശേഷിക്കുന്നോണം താഴെ കിടക്കുന്ന വസ്ത്രങ്ങളിലേക്കും തൊട്ടടുത്ത് തന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് കമിഴ്ന്ന് കിടക്കുന്നവരിലേക്ക് അവൾ ചിരിയോടെ നോക്കി. കണ്ണുകൾ ചിമ്മി തുറന്ന് ആദ്യം ബെഡിൽ നിന്ന് എണീറ്റത് അവനാണ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണീറ്റ് നിന്നവനെ അവൾ ഒന്നേ നോക്കിയുള്ളൂ. വേഗം തന്നെ ചിരിച്ചുകൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ചു. അതേ ചിരിയോടെ തന്നെ താഴെ കിടന്ന ട്രാക്ക് പാൻറ് എടുത്തിട്ട് അവൻ അവളുടെ ഡ്രസ്സും എടുത്ത് അവൾക്കരികിൽ എത്തിയിരുന്നു. ഞാൻ ഇട്ടോളാം, ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ. അവന് നീക്കം മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ അവനോട് പറഞ്ഞു. ഞാൻ ചീത്തയാക്കിയതൊക്കെ സ്വയം നന്നാക്കി തന്നെ എനിക്ക് പരിചയമുള്ളൂ. അതിന് ഞാൻ വേറെ ആളെ നോക്കാറില്ല. ചെറിയൊരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിൽ നിന്ന് എണീപ്പിച്ചിരുത്തിയിരുന്നു. ശേഷം അവൻ അഴിച്ചെടുത്ത ഡ്രസ്സെല്ലാം തന്നെ ഓരോന്നായി അവളെ ധരിപ്പിച്ചു. ഇറ്റ്സ് വെരി ടേസ്റ്റി റേഷു. മാറിലേക്ക് നോക്കി അവൻ പറഞ്ഞതിന് നാണത്തോടെ അവളൊന്ന് പുഞ്ചിരിച്ചു. ദിവസങ്ങളും മാസങ്ങളും ഏറെ കടന്നുപോയി. ഓരോ ദിവസം കഴിയും തോറും നവീന്റെയും രേഷ്മയുടെയും പ്രണയം 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അന്ന് അമ്മ പറഞ്ഞ പോലെ എല്ലാം നല്ലതിനായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ അവർക്കിഷ്ടം. ആ ഒരു ദിവസത്തെ അവർ മറവിക്ക് വിട്ടു നൽകി. ഇപ്പോൾ സന്തോഷത്തോടെ ഓരോ ദിവസവും ജീവിച്ച് തീർക്കുന്നു. അതിനിരട്ടിയാവാനെന്നോണം വടക്കും വീട്ടിലെ അവകാശിയായി നൈനിക നവീൻ എന്ന അവരുടെ നൈനുമോളും. എല്ലാം കൊണ്ടും വടക്കും വീട്ടിൽ തറവാട് ഇപ്പോൾ സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ്. 9 മാസം പ്രായമായ നൈനുമോളുടെ കരച്ചിൽ കേട്ടാണ് അവർ രണ്ടുപേരും കണ്ണു തുറന്ന്. സമയം നോക്കുമ്പോൾ രാത്രി 2 മണി. ഇതെന്നും പതിവാണ്. പാൽ കുടിക്കാനായി കറക്റ്റ് 2 മണിയാകുമ്പോൾ അലാറം വെച്ച കണക്കിന് അതിനു എണീക്കും. വിനയേട്ടാ, മോളെ നിൽക്കാവോ? ഉറക്കത്തിന്റെ ആലസ്യതയോടെ അവൾ പറഞ്ഞു. അവളെ നോയിക്കൊണ്ട് കുഞ്ഞിനെ പോയി എടുത്ത് കുഞ്ഞിന്റെ നെറ്റിയിലൊന്ന് മുത്തിയവൻ. എണീക്ക് രേഷു, ഇരുന്ന് പാലോട് കുഞ്ഞിനെ. അല്പം മടിയോടെ അവൾ എണീറ്റ് ഒരു പില്ലോ എടുത്ത് ഹെഡ് ഡ്രസ്സിൽ ചാരി വെച്ച് അങ്ങോട്ട് നീങ്ങിയിരുന്നു. ശേഷം കുഞ്ഞിനെ വാങ്ങി മടിയിൽ വെച്ച് പാല് കൊടുത്തു. 1/2 മണിക്കൂർ മുന്നേ കുടിച്ചിട്ട് ഞാൻ തൊട്ടിയിൽ ഇട്ടേ ഉള്ളൂ ഏട്ടാ. അപ്പോഴേക്കും കള്ളിപ്പണി ഞാനതല്ല ആലോചിക്കുന്ന രേഷു. പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല ഈ സാധനത്തിന്. പിന്നെന്തിനെ ഇവിടെ ഈ 2 മിനിറ്റ് ലേറ്റ് ആകുമ്പോഴേക്ക് കിടന്ന് ബഹളം വെക്കുന്നതെന്നാ. കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി പറഞ്ഞു. അയ്യേ ഈ ഏട്ടൻ അത് പോയി ഈ നട്ടപ്പാതിരിക്ക്. സത്യം ഉള്ളതല്ലേടി ഞാൻ പറഞ്ഞേ. ആ തന്നെ. എന്നിട്ടാണല്ലോ കുഞ്ഞ് ഞാനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ മേലെ കള്ളനെ പോലെ ഒന്നും പതുങ്ങി വരുന്നു. ഒന്നും ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. രേഷു അതും പറഞ്ഞതും കണ്ണു ചെമ്മി ചിരിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. അത് പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് മെയിലൊക്കെ ചെക്ക് ചെയ്ത് ക്ഷീണിച്ചു വന്ന എനിക്കൊരു എനർജി വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ. അതേ കള്ളശ്ശേരിയോടെ തന്നെ അവൻ പറഞ്ഞു നിർത്തിയതും കപടി ദേഷ്യത്തിൽ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. പിന്നെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. എസ്പെഷ്യൽ വൺ, ഡിലീഷ്യസ്. എനിക്ക് അതിൽ കിട്ടുന്ന പ്രണയത്തിന്റെ രുചിയാ, നിന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ ചുവ. അതും പറഞ്ഞുകൊണ്ട് ഒരു കൈയിൽ അവളെയും മറുകൈ കുഞ്ഞിന്റെ തലയിലും വെച്ച് അവൻ ചേർത്ത് പിടിച്ചിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.